ഇന്നത്തെ വചനചിന്ത നഷ്ടപ്പെട്ട സർവ്വസരങ്ങളെ ദൈവം മടക്കി നൽകും. വെട്ടുക്കിളികൾ നാശകരമായ ചെറുപ്രാണികളാണ്. വെട്ടുക്കിളികൾ ഒരു ദേശത്ത് പ്രവേശിച്ചാൽ അവിടെ പിന്നെ പച്ചപ്പ് നിലനിൽക്കുകയില്ല. 1915 പാലസ്തീനിലെ സിറിയയിലും ഈജിപ്തിൻ്റെ അതിർവരമ്പ് മുതൽ ഡാറൂസ് മലനിരകൾ വരെ വെട്ടുക്കിളി കൂട്ടം നിറഞ്ഞു. സൂര്യപ്രകാശം പോലും ഭൂമിയിൽ പതിക്കാത്ത നിലയിൽ അന്തരീക്ഷം വെട്ടുക്കിളികളെ കൊണ്ട് നിറഞ്ഞു. 3 ഇഞ്ച് വരെ വലിപ്പമുണ്ടായിരുന്നു ഈ വെട്ടുകിളികൾക്ക്. അതിലെ പെൺവെട്ടുകിളികൾ ദേശത്ത് വന്ന സമയത്ത് തന്നെ മുട്ടകളിടുവാൻ തുടങ്ങി. 4 ഇഞ്ച് ആഴത്തിൽ അവ നിലത്ത് പെൻസിലിൻ്റെ വലിപ്പമുള്ള കുഴികൾ ഉണ്ടാക്കി ഒരു കുഴിയിൽ തന്നെ 100 മുട്ടകളിട്ടു. ഒരു ചതുരശ്ര മീറ്ററിൽ തന്നെ ഏകദേശം 75,000-ഓളം മുട്ടകളാണ് അവ ഇട്ടത്. ഇത്തരത്തിലുള്ള മുട്ടകളുടെ ചെറിയ കൂടുകൾ ദേശം മുഴുവനും നിറഞ്ഞു. ചില ആഴ്ചയ്ക്കുള്ളിൽ മുട്ടകൾ വിരിഞ്ഞ് ചിറകില്ലാത്ത ഉറുമ്പുകൾ പോലുള്ള ചെറു വെട്ടുകിളികൾ വെളിയിൽ വന്നു. ഈ ജീവികൾ 400 മുതൽ 600 വരെ ദിവസവും ഇഴഞ്ഞു നടന്നു. അവ പോകുന്നിടത്തെല്ലാം എന്തെങ്കിലും വളരുന്നുണ്ടോ അവയെല്ലാം തിന്ന് ക്രമേണ ചിറകുകൾ മുളയ്ക്കുകയും വെട്ടുകിളികൾ പറക്കുന്നതിന് മുമ്പേ തുള്ളിയും ചാടിയും പച്ചപ്പുകൾ നശിച്ചും മുന്നേറും. പറന്നുയരുവാൻ ആദ്യം ഇവ തിന്നുകളഞ്ഞത് മുന്തിരിത്തോട്ടങ്ങളാണ്. ഒരു മുന്തിരിത്തോട്ടത്തിൽ ആയിരക്കണക്കിന് വെട്ടുകിളികൾ ഒരു സൈന്യം പോലെ അവ കയറിക്കഴിഞ്ഞാൽ ചുരുങ്ങിയ സമയം കൊണ്ട് മുന്തിരിത്തോട്ടത്തിലെ പച്ചപ്പെല്ലാം ശൂന്യമാകുന്നു. മുന്തിരിപ്പഴവും ഇലകളും ചെറുനാമ്പുകളും എന്തിനേറെ വള്ളികളുടെ അകക്കാമ്പ് വരെ അവ തിന്നുകളയുന്നു. ഒലിവ് മരങ്ങളെ ലക്ഷ്യമിട്ട് പറക്കുന്ന വെട്ടുക്കിളികൾ അവയ്ക്കിഷ്ടമില്ലാത്തത് കടിച്ചു നിലത്തിടുകയും ബാക്കി അവ തിന്നുകയും ചെയ്യുന്നു. അവയുടെ മുൻപിലുള്ള ഒരു ഇലകളോടും മരങ്ങളോടും അവയ്ക്ക് സഹതാപമില്ല. കള്ളിമുൾച്ചെടികളും പച്ചപ്പുകളും ഈ ചെറു പ്രാണികൾ നശിപ്പിക്കുന്നു. മരങ്ങൾക്കുള്ളിൽ കാർന്നു ചെന്ന് അതിൻ്റെ സത്തെല്ലാം ഈ പ്രാണികൾ ഊറ്റിക്കുടിക്കുന്നു. പിന്നെ ആ മരങ്ങൾ ഒരിക്കലും വളരുകയില്ല. അതിൻ്റെ തണ്ടുകൾ മുഴുവനും കഴിച്ചുകൊണ്ട് അവ ചലിക്കുന്നു. ചെടികൾക്കൊരിക്കലും ഒരു പ്രതീക്ഷയുമില്ലാതായി. വെട്ടുകിളികൾ ദേശമെല്ലാം നിറയുന്നു. ബൈബിളിലെ യോബേൽ പ്രവചന പുസ്തകം ഇങ്ങനെ ഒരു സാഹചര്യം നാം കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്രത്യക്ഷമായ നഷ്ടങ്ങൾ വെട്ടുകിളികൾ തിന്നുകളഞ്ഞ സൽവസരങ്ങളോടാണ് ഉപമിച്ചിരിക്കുന്നത്. വെട്ടുകിളികൾ നമ്മുടെ വർഷത്തെ എങ്ങനെയാണ് തിന്നുന്നതെന്ന്, ആ ഒരു വർഷം നാം അനുഭവിക്കേണ്ട ഫലങ്ങളും വിളകളും അനുഗ്രഹങ്ങളുമെല്ലാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സാഹചര്യങ്ങൾ കവർന്നു കൊണ്ടുപോകുന്ന അവസ്ഥകളാണിത്. അതൊരു രോഗമോ ജോലി നഷ്ടമോ വിദ്യാഭ്യാസമോ മറ്റ് ഏതെങ്കിലുമൊക്കെ ആയിരിക്കാം. ബന്ധങ്ങളിൽ സംഭവിച്ച ഉഴച്ചിലുകളോ ആകാം. ഈ ഒരു വർഷത്തെ അധ്വാനമെല്ലാം ഒരുപക്ഷെ ഒരു പുരുഷായുസ്സിലെ അധ്വാനമെല്ലാം ഒറ്റയടിക്കെങ്കിലും തിരിച്ചു വരാത്ത രീതിയിൽ നഷ്ടപ്പെടുന്ന ഭീകരമായ അവസ്ഥ. ആ വർഷം ഇനി തിരികെ കിട്ടില്ല. കൊയ്ത്ത് കാണാതെ നിൻ്റെ കണ്ണിനു മുമ്പേ ശത്രു കൂട്ടമായി അപഹരിച്ചു പോയ വിളകളും ഫലങ്ങളും ഇപ്പോൾ സകലതും ശൂന്യമായി. പ്രതീക്ഷയുടെ ഒരു നാമ്പ് പോലും അവശേഷിക്കാതെ നീ വിലാപം കഴിക്കുന്ന നാളുകളായിരിക്കാം ഇന്ന്. എന്നാൽ താങ്കളെ സൃഷ്ടിച്ച, താങ്കളെ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചേ. യോബേൽ പ്രവചന പുസ്തകം 2-ാം അധ്യായം 21 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക. യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചപ്പ് വയ്ക്കുന്നു. വൃക്ഷം ഫലം കായ്ക്കുന്നു. അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവപുഷ്ടി നൽകുന്നു. സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പിൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്യിച്ചു തരുന്നു. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വീട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സൽവസരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും.
നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഈ ഭൂമിയിൽ നാം വസിക്കുമ്പോൾ ഒരു സമയം നാം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അവ ഒരിക്കലും തിരിച്ചു ലഭിക്കത്തില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു, നഷ്ടപ്പെട്ട സമയങ്ങളെ ദൈവം മടക്കി നൽകുമെന്ന്. ഈ ദൈവത്തിൽ ആശ്രയിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിച്ചാൽ, താങ്കൾക്ക് നഷ്ടപ്പെട്ടത് സകലത്തെയും മടക്കി നൽകുവാൻ കർത്താവ് ശക്തനാണ്. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഭക്തനായ യോബിന് സകലതും നഷ്ടപ്പെട്ടു. ദൈവം സകല സൽവസരങ്ങളെയും നഷ്ടപ്പെട്ടത് സകലതും ഭക്തനായ യോബിന് ദൈവം മടക്കി നൽകി. ഭക്തനായ യോസേഫിന് കാരാഗൃഹം, പൊട്ടക്കിണർ, പോത്തിഫറിന്റെ ഭവനത്തിനകത്തുള്ള നിന്ദ, ഒത്തിരി വർഷങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ മിസ്രൈമിലെ രണ്ടാമനായി ദൈവം യോസേഫിനെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയാക്കി സ്വർഗമുയർത്തുവാനിടയായി. ഭക്തനായ ദാവീദിൻ്റെ ജീവിതം നോക്കിയേ, വനാന്തരങ്ങളിൽ നഷ്ടപ്പെട്ട ഒത്തിരി സമയമുണ്ടായിരുന്നു. എന്നാൽ ദൈവം ഭക്തനായ ദാവീദിനെ ഇസ്രായേലിലെ രാജാവാക്കി മാറ്റി അനേക സൽവസരങ്ങൾ കൊടുത്തുവെങ്കിൽ താങ്കളുടെ ഇപ്പോഴത്തെ സാഹചര്യമെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കാം. എന്നാൽ ഭക്തനായ യോബ് വിളിച്ചു പറയുന്നു, ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്, അതിന് വെട്ടിയാലും പിന്നെയും പൊട്ടിക്കിളിക്കുമെന്ന്. അതെ, നഷ്ടപ്പെട്ട സമയത്തെ, നഷ്ടപ്പെട്ട സമ്പത്തിനെ, നഷ്ടപ്പെട്ട ആത്മീക ജീവിതത്തെ, നഷ്ടപ്പെട്ട പ്രാർത്ഥന, നഷ്ടപ്പെട്ട ഉപവാസം, സകലത്തെയും മടക്കി നൽകുവാൻ കർത്താവിന് സാധിക്കും. ആകയാൽ കർത്താവ് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് മുന്നോട്ട് വിശ്വാസത്തോടെ ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.